ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ ആണ്. അതിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നോക്കാൻ പോകുന്നത്. സോ വൺ ബൈ വൺ ആയിട്ട് നമുക്കെല്ലാം നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് മെറ്റമോർഫിക് റോക്സ് ഹാസ് മോർ വെതറിംഗ് റെസിസ്റ്റൻസ് ക്യാരക്ടറിസ്റ്റിക്സ്. ഇതിലേതാണ് മെറ്റമോർഫിക് റോക്ക് ആൻഡ് മോർ വെതറിംഗ് റെസിസ്റ്റൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഏതാണെന്ന് ചോദിച്ചിരുന്നത്. സോ എ എന്ന് പറഞ്ഞാൽ ലൈം സ്റ്റോൺ, ബി ഫെലൈറ്റ്, സി ക്വാർട്സൈറ്റ്, ഡി സ്ലേറ്റ്. സോ ആൻസർ എന്ന് പറഞ്ഞാൽ ക്വാർട്സൈറ്റ് ആണ് മോർ വെതറിംഗ് റെസിസ്റ്റൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ ഇതിൽ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ലൈം സ്റ്റോൺ ഒരിക്കലും ആകത്തില്ല, ബിക്കോസ് ഇത് സെഡിമെൻ്ററി റോക്കാണ്. അതിൽ വെതറിംഗ് റെസിസ്റ്റൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ കുറവാണ് കമ്പാരിസബിളി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ക്രഷിംഗ് സ്ട്രെങ്ത് ഓഫ് ഗുഡ് സ്റ്റോൺ ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് ദ ബിൽഡിംഗ് മസ്റ്റ് നോട്ട് ബി ലെസ് ദാൻ. ക്രഷിംഗ് സ്ട്രെങ്ത് ഒരിക്കലും 100 MPa കുറയാൻ പാടില്ല. ഇതൊരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ആൻസർ എന്ന് പറഞ്ഞാൽ 100 MPa. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് പോസസ് മോർ എബിലിറ്റി ടു റെസിസ്റ്റ് ഫയർ? എ കമ്പാക്ട് സാൻഡ്സ്റ്റോൺ, ബി ക്വാർട്സ്, സി റെഡ് മാർബിൾസ്, ഡി ഷെയിൽ. സോ കമ്പാക്ട് സാൻഡ്സ്റ്റോൺ ആണ് ഇതിൻ്റെ ആൻസർ. മോർ വെതറിംഗ് റെസിസ്റ്റൻസ് എബിലിറ്റി ഉള്ളത്, മോർ എബിലിറ്റി ടു റെസിസ്റ്റ് ഫയറിനെ റെസിസ്റ്റ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഒരു എബിലിറ്റി ഉള്ളത് കമ്പാക്ട് സാൻഡ്സ്റ്റോൺ ആണ്. അതേപോലെ ലീസ്റ്റ് വെതർ റെസിസ്റ്റിംഗ് ലീസ്റ്റ് ഫയർ റെസിസ്റ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് അങ്ങനെ ചോദിച്ചിരുന്നെങ്കിൽ അതിൻ്റെ ആൻസർ റെഡ് മാർബിൾ ആയനെ. ഓക്കെ, സോ ഹൈ എന്ന് പറയുമ്പോൾ കമ്പാക്ട് സാൻഡ്സ്റ്റോൺ, ലീസ്റ്റ് എന്ന് പറയുമ്പോൾ ലീസ്റ്റ് ഫയർ റെസിസ്റ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ റെഡ് മാർബിൾ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് അബൌട്ട് ദ റോക്ക് ആൻഡ് മിനറൽ? ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് റോക്ക് ആൻഡ് മിനറലിനെ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരുന്നത്. ഷെയിൽ ആൻഡ് മൈക്ക ആർ മെറ്റമോർഫിക് റോക്ക്, ഒരിക്കലും ഇത് തെറ്റാണ്. സോ ക്വാർട്സ് ഈസ് എൻ ഇഗ്നിയസ് റോക്ക്, ഇതും തെറ്റാണ്. ക്വാർട്സ് ഈസ് എ മെറ്റമോർഫിക് റോക്ക്, തെറ്റാണ്. സോ ക്വാർട്സ് ആൻഡ് മൈക്ക ആർ മിനറൽ. സോ ഇതാണ് കറക്റ്റ് ആൻസർ. ഇത് രണ്ടും മിനറലാണ്, റോക്കല്ല. ഓക്കെ, നെക്സ്റ്റ്. The process of production of natural stone is known as production of natural stone. സ്റ്റോണിനെ നാച്ചുറലി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ്, അല്ലെങ്കിൽ അതിന് എന്താണ് പറയുന്നതാണ് ചോദിച്ചിരുന്നത്. എ ഡ്രസ്സിങ്, ബി ക്വാറിങ്, സി ക്രഷിങ്, ഡി സീസണിങ്. ഡ്രസ്സിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ നമ്മളൊരു സ്റ്റോണിന് റിക്വയർഡ് ഷേപ്പ് കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഡ്രസ്സിങ് എന്ന് പറയുന്നത്. പ്രോപ്പർ ഷേപ്പ് കൊടുക്കുകയാണെങ്കിൽ ഡ്രസ്സിങ് എന്ന് പറയും. അതേപോലെ നമ്മൾ സ്റ്റോണിനെ ഒബ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അതിനെ ക്വാറിങ് എന്ന് പറയും. സ്റ്റോണിനെ ഒബ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അതിനെ ക്വാറിങ് എന്ന് പറയും. ഓക്കെ, സി എന്ന് പറഞ്ഞാൽ ക്രഷിങ്. ക്രഷിംഗ് എന്ന് പറഞ്ഞാൽ ഇതിന് പ്രോപ്പർ സൈസ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ക്രഷിംഗ് എന്നാണ് അഡാപ്റ്റ് ചെയ്യുന്നത്. അതേപോലെ നാച്ചുറലി അഡാപ്റ്റ് ചെയ്യുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഓഫ് റോക്ക് നാച്ചുറലി എന്ന് പറയുന്നത് സീസണിങ് ആണ്. അത് നമ്മൾ നോർമലി നമ്മൾ ടിമ്പറിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. വെതറിങ് അല്ലെങ്കിൽ മോയ്സ്ചറിനെ റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ സാപ്പിനെ റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഏതാണെന്ന് ചോദിച്ചാൽ സീസണിങ് ആണ്. അതേപോലെ സ്റ്റോണിലും നമ്മൾ മോയ്സ്ചർ കണ്ടൻറ്റ് അല്ലെങ്കിൽ സാപ്പിനെ റിമൂവ് ചെയ്യാറുണ്ട്. അത് നാച്ചുറലി അവൈലബിൾ സ്റ്റോണിനെ ഒബ്റ്റെയിൻ ചെയ്യാനാണ്. സോ അതിൻ്റെ എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ സീസണിങ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ലൈറ്റ് വെയ്റ്റ് അഗ്രിഗേറ്റ് ആർ ഒബ്റ്റെയിൻഡ് ഫ്രം. ലൈറ്റ് വെയ്റ്റ് അഗ്രിഗേറ്റ് ഇതിൽ നിന്നാണ് കിട്ടുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ സെഡിമെൻ്ററി റോക്ക്, ബി മെറ്റമോർഫിക് റോക്ക്, സി ഇഗ്നിയസ് റോക്ക്, ഡി വോൾക്കാനിക് റോക്ക്. നമുക്കൊരു അസംഷൻ ഉണ്ട്, സെഡിമെൻ്ററി റോക്ക് എന്ന് പറഞ്ഞാൽ ലൈറ്റ് വെയ്റ്റ് ആണ്. ബട്ട് അത് തെറ്റാണ്. സെഡിമെൻ്ററി റോക്ക് ഒരിക്കലും ലൈറ്റ് വെയ്റ്റ് അല്ല. നമ്മൾ നോക്കുകയാണെങ്കിൽ വോൾക്കാനിക് ഇറപ്ഷൻ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു സോളിഡിഫൈഡ് മാഗ്മ അല്ലെങ്കിൽ നമ്മളൊരു വോൾക്കാനിക് ഇറപ്ഷനെ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു ഫോം അല്ലെങ്കിൽ ആ റോക്ക് നമ്മൾ സോളിഡിഫൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറവായിരിക്കും ആസ് കമ്പയർഡ് ടു അതർ റോക്സ്. സോ വോൾക്കാനിക് സോഴ്സ് ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, വോൾക്കാനിക് സോഴ്സിനാണ് വെയ്റ്റ് അഗ്രിഗേറ്റ് കുറവുള്ളത് കമ്പാരിറ്റീവ്ലി. ഓക്കെ, നെക്സ്റ്റ്. Which one of the following represent the crushing for good quality stone that is used in construction of building material? So answer എന്ന് പറഞ്ഞാൽ greater than 100 ആണ് ആൻസർ. നെക്സ്റ്റ്. ഗ്രാനൈറ്റ് മെയിൻലി കമ്പോസ്ഡ് ഓഫ് ക്വാർട്സ് ആൻഡ് ഫെൽസ്പാർ പാർട്ടിക്കൽ ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം. ഏത് റോക്കാണെന്ന് ചോദിച്ചിരിക്കുന്നത്. സെഡിമെൻ്ററി റോക്ക്, മെറ്റമോർഫിക് റോക്ക്, ഇഗ്നിയസ് റോക്ക്. സോ ഓൾറെഡി നമ്മൾ നോക്കിയതാണ്. സോ ഇഗ്നിയസ് റോക്കാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ്. റോക്സ് ഫോം ഡ്യൂ ടു ആൾട്രേഷൻ ഓഫ് ഒറിജിനൽ സ്ട്രക്ചർ ഡ്യൂ ടു ഹീറ്റ് ആൻഡ് എക്സസീവ് പ്രഷർ ഈസ് കാൾഡ്. സോ നമ്മൾ റോക്കിനെ നമ്മൾ പ്രഷറും ഹീറ്റും അപ്ലൈ ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഒറിജിനൽ സ്ട്രക്ചറിന് മോഡിഫൈ ചെയ്യുകയാണെങ്കിൽ അതിന് എന്താണ് പറയുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. സോ സെഡിമെൻ്ററി റോക്കാണോ, ഇഗ്നിയസ് റോക്കാണോ, മെറ്റമോർഫിക് റോക്കാണോ എന്ന് ചോദിച്ചിരിക്കുന്നത്. സോ അതിന് നമ്മൾ പറയുന്നത് മെറ്റമോർഫിക് റോക്കാണ്. സോ ആൻസർ എന്ന് പറഞ്ഞാൽ മെറ്റമോർഫിക് റോക്കാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ്.
Plaster of Paris is obtained by bauxite, calcination of bauxite, calcination of gypsum, calcination of concur, limestone. So answer എന്ന് പറഞ്ഞാൽ ഇത് വളരെ ജനറൽ ബേസിക് ആയിട്ട് ക്വസ്റ്റ്യൻ ആണ്. ആൻസർ എന്ന് പറഞ്ഞാൽ ജിപ്സം ആണ്. ഓക്കെ. നെക്സ്റ്റ്, ഇൻ സ്റ്റോൺ മെഷീനറി stones are placed that stones are so placed that the direction of the pressure to the plane of the bedding is. സോ ഇതിപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത് ബെഡിങ് പ്ലെയിൻ ആണ്. ഇവിടെയാണ് സ്റ്റോൺസ് വെച്ചേക്കുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് സ്റ്റോൺസ് ഇരിക്കുന്നത്. സോ ഇതാണ് ബെഡിങ് പ്ലെയിൻ. ഓക്കെ, ഇതാണ് ബെഡിങ് പ്ലെയിൻ. സോ ഇവിടെയാണ് സ്റ്റോൺസ് അറേഞ്ച് ആയിട്ടുള്ളത്. ഓക്കെ, ഇങ്ങനെ. അപ്പോൾ നമ്മൾ ഇതിലിപ്പോൾ പ്രഷർ അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഇപ്പോഴും നമ്മൾ നോർമലി ജനറലി പ്രിഫർ ചെയ്യുന്നത് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ്, അല്ലെങ്കിൽ 90 ഡിഗ്രിയിലാണ് പ്രിഫർ ചെയ്യുന്നത്, പ്രഷർ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, സോ ആൻസർ എന്ന് പറഞ്ഞാൽ റൈറ്റ് ആംഗിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ടേഴ്സ് ദ ക്രഷിംഗ് സ്ട്രെങ്ത് ഓഫ് ദ സ്റ്റോൺ ഡസ് നോട്ട് ഡിപ്പെൻഡ്. ഇതിൽ ഏത് ഫാക്ടറിലാണ് ക്രഷിംഗ് സ്ട്രെങ്ത് ഡിപ്പെൻഡ് ആകാത്തതെന്നാണ് ചോദിക്കുന്നത്. എ ടെക്സ്ചറിൽ ഡിപ്പെൻഡ് ചെയ്യും. വർക്കബിലിറ്റി ആണോ? വർക്കബിലിറ്റി ഡിപ്പെൻഡ് ചെയ്യത്തില്ല. സി സ്പെസിഫിക് ഗ്രാവിറ്റി ആണോ? സ്പെസിഫിക് ഗ്രാവിറ്റിയിൽ ഡിപ്പെൻഡ് ചെയ്യും. ബോത്ത് സ്പെസിഫിക് ഗ്രാവിറ്റി ആൻഡ് സ്ട്രക്ചർ, ബോത്ത് സ്പെസിഫിക് ഗ്രാവിറ്റി ആൻഡ് ടെക്സ്ചർ ആണോ? സോ ഇത് കറക്റ്റാണ്. ഈ വർക്കബിലിറ്റിയിലാണ് ഡിപ്പെൻഡ് ആകാത്തത് ക്രഷിംഗ് സ്ട്രെങ്ത് ഓഫ് സ്റ്റോൺ. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് മെയിൻ കമ്പോസിഷൻ ഓഫ് ഗ്രാനൈറ്റ്. ഗ്രാനൈറ്റിൻ്റെ മെയിൻ കമ്പോസിഷൻ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. എ ക്വാർട്സ്, ഫെൽസ്പർ ആൻഡ് മൈക്ക. ബി ക്വാർട്സ് ആൻഡ് ലൈം, ക്വാർട്സ് ആൻഡ് സിലിക്ക, ലൈം, സിലിക്ക ആൻഡ് അലുമിനിയം. ഓൾറെഡി നമ്മൾ നോക്കിയ ക്വസ്റ്റ്യൻ ആണ്. ക്വാർട്സ്, ഫെൽസ്പർ ആൻഡ് മൈക്ക ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ്, മാർബിൾ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് അക്വസ് റോക്ക്, മെറ്റമോർഫിക് റോക്ക്, സെഡിമെൻ്ററി റോക്ക്, ഇഗ്നിയസ് റോക്ക്. സോ ആൻസർ എന്ന് പറഞ്ഞാൽ മെറ്റമോർഫിക് റോക്ക് ആണ്. ഓക്കെ, നെക്സ്റ്റ്, സോൾഡിഫിക്കേഷൻ ഓഫ് മോൾട്ടൺ മാഗ്മ when it reaches the surface of earth result in the formation of. Okay, sedimentary rock ആണോ, മെറ്റമോർഫിക് റോക്ക് ആണോ, ബസാൾട്ട് ആൻഡ് ട്രാപ്സ് ആണോ, ഗ്രാനൈറ്റ് ആണോ? സോ സോൾഡിഫിക്കേഷൻ ഓഫ് മാഗ്മനെ സോൾഡിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഏത് റോക്ക് ആണെന്ന് ചോദിച്ചിരുന്നത്. സോ അതെന്ന് പറഞ്ഞാൽ ഇഗ്നിയസ് റോക്കാണ് നമുക്ക് കിട്ടുന്നത്. സോ അതിൻ്റെ എക്സാമ്പിൾ ആണ് ബസാൾട്ട് ആൻഡ് ട്രാപ്പ്. ഓക്കെ, സോ ആൻസർ എന്ന് പറഞ്ഞാൽ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following could be which of the following could be the specific gravity of stone to be used as building material. ഇതിൽ ഏതാണ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സ്റ്റോൺ എന്നാണ് ചോദിച്ചത്. സോ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സ്റ്റോൺ ജനറലി സ്റ്റാർട്ട്സ് ഫ്രം 2.6. സോ ആൻസർ എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി 2.7 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ്, സിംഗിൾ ഈസ് വാട്ടർ ബോൺ പെബിൾസ്, ഡിസിൻറ്റിഗ്രേറ്റഡ് ലാറ്ററൈറ്റ്, ക്രഷ്ഡ് ഗ്രാനൈറ്റ്, ഡി നൺ ഓഫ് ദ ബോ. സോ സിംഗിൾ എന്ന് പറഞ്ഞാൽ വാട്ടർ ബോൺ പെബിൾസിനെയാണ് സിംഗിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, which of the following is the reason for decreasing the use of stone as a building material. ഇതിൽ ഏത് ഫോളോയിങ് ആണ് നമ്മൾ ജനറലി സ്റ്റോണിന് നമ്മൾ അഡോപ്റ്റ് ചെയ്യാറില്ല ഇപ്പോൾ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആസ് കമ്പയർഡ് ടു സ്റ്റീൽ ആൻഡ് RCC. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ സ്റ്റോണിനെ അഡോപ്റ്റ് ചെയ്യാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ സ്റ്റീൽ ആൻഡ് RCC ആർ മോർ ഡ്യൂറബിൾ. അത് ഡ്യൂറബിൾ ആയതുകൊണ്ടാണോ? അതോ സ്ട്രെങ്ത് ഓഫ് ദ സ്റ്റോൺസ് കനോട്ട് ബി റാഷണലി അനലൈസ്ഡ് അതുകൊണ്ടാണോ? അതോ സ്റ്റോൺസ് ആർ നോട്ട് കൺവെൻഷനലി അവൈലബിൾ ഇൻ പ്ലെയിൻസ് ആണോ? സോ ഇത് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഡ്യൂറബിൾ RCC ആൻഡ് സ്റ്റീൽ ഡ്യൂറബിൾ ആയതുകൊണ്ടല്ല നമ്മൾ ചെയ്യുന്നത്. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇപ്പോൾ നമ്മൾ ഒരു റോക്കിൻ്റെ ഒരു കൺസിഡർ ചെയ്യുകയാണ്. ഇതിൻ്റെ റോക്കിൻ്റെ നമ്മൾ ജനറലി നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ ലെയറിലും ഡിഫറെൻറ്റ് മിനറൽസ് ആണുള്ളത്, മിനറൽ കമ്പോസിഷൻ ആണുള്ളത്. ഓക്കെ, ഡിഫറെൻറ്റ് ലെയേഴ്സിൽ ഡിഫറെൻറ്റ് മിനറൽ കമ്പോസിഷൻ. അപ്പോൾ നമ്മൾ ഈ ഒരു സാമ്പിളിൽ ഇവിടുത്തെ സാമ്പിൾ എടുത്തു, ഇവിടുത്തെ സാമ്പിൾ എടുത്തു, ഇവിടുത്തെ സാമ്പിൾ എടുത്തു, ഇവിടുത്തെ സാമ്പിൾ എടുത്തു. അപ്പോൾ ഇവിടുത്തെ സാമ്പിൾ നമ്മൾ ക്രഷിംഗ് സ്ട്രെങ്ത് ചെയ്യുകയാണെങ്കിൽ ഡിഫറെൻ്റ് ആയിരിക്കും. ഇവിടുത്തെ സാമ്പിൾ എടുത്ത് ക്രഷിംഗ് സ്ട്രെങ്ത് ചെയ്യുകയാണെങ്കിൽ ഡിഫറെൻ്റ് ആയിരിക്കും. ഇവിടുത്തെ സാമ്പിൾ എടുത്ത് ക്രഷിംഗ് സ്ട്രെങ്ത് ചെയ്യുകയാണെങ്കിൽ ഡിഫറെൻ്റ് ആയിരിക്കും. ബിക്കോസ് അത് ഡിഫറെൻറ്റ് ലെയറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ബിക്കോസ് ആൻഡ് മിനറൽ കമ്പോസിഷനും വേരി ചെയ്യും. സോ ഒരിക്കലും നമുക്കൊരു സ്റ്റോണിൻ്റെ സ്ട്രെങ്ത്തിനെ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, സോ ഇതാണ് കറക്റ്റ് ആൻസർ. നമ്മൾ ജനറലി ബിൽഡിംഗ് മെറ്റീരിയൽ സ്റ്റോൺസ് അഡോപ്റ്റ് ചെയ്യാത്ത മെയിൻ റീസൺ. ഓക്കെ, സോ ആൻസർ എന്ന് പറഞ്ഞാൽ സ്ട്രെങ്ത് ഓഫ് ദ സ്റ്റോൺസ് കനോട്ട് ബി റാഷണലി അനലൈസ്ഡ്. ഓക്കെ, അത് അനലൈസ് ചെയ്യാൻ പറ്റത്തില്ല റാഷണലി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വാർട്സൈറ്റ് ഈസ് എ സാൻഡി റോക്ക്, സിലീഷ്യസ് റോക്ക്, ഓർഗാനിക് റോക്ക്, കാൽക്കറീഷ്യസ് റോക്ക്. സോ ബി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ്, plaster of Paris can be obtained from gypsum ആണ് calcination of plaster of Paris can be obtained from the calcination of gypsum. Okay, gypsum ആണ് correct answer. Find the one which is not used as curing. Curingൽ നമ്മൾ ജനറലി അഡോപ്റ്റ് ചെയ്യാത്തത് ഏതാണെന്ന് ചോദിക്കുന്നത്. ജനറലി നമ്മൾ
ഗൺ പൗഡർ അഡോപ്റ്റ് ചെയ്യാറുണ്ട്, ഗൺ കോട്ടൺ അഡോപ്റ്റ് ചെയ്യാറുണ്ട്, ഗ്രാനൈറ്റ് അഡോപ്റ്റ് ചെയ്യാറുണ്ട്. മാർബിൾ പൗഡർ ജനറലി അഡോപ്റ്റ് ചെയ്യാറില്ല. ഓക്കെ, നെക്സ്റ്റ് സ്ലേറ്റ് ആൻഡ് മാർബിൾ ബിലോങ്സ് ടു. മാർബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി നോക്കിയതായിരുന്നു. മാർബിൾ എന്ന് പറഞ്ഞാൽ മെറ്റമോർഫിക് റോക്ക് ആണ്. സോ സ്ലേറ്റ് ആൻഡ് മാർബിൾ എന്ന് പറഞ്ഞാൽ മെറ്റമോർഫിക് റോക്ക് ആണ്. സോ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, in stone masonry the stones are placed in position such that the natural bedding plane is already നോക്കിയതാണ്. സോ ആൻസർ പറഞ്ഞാൽ നോർമൽ ഓർ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രഷർ ആണ് ജനറലി അഡോപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ദ സബ് ക്ലാസിഫിക്കേഷൻ ഓഫ് സെഡിമെൻ്ററി റോക്ക്. സെഡിമെൻ്ററി റോക്കിൻ്റെ സബ് ക്ലാസിഫിക്കേഷൻ ഏതാണെന്ന് ചോദിച്ചിരുന്നത്. എ വോൾക്കാനിക് ആൻഡ് പ്ലൂട്ടോണിക്, ബി മെക്കാനിക്കൽ കെമിക്കൽ ഓർഗാനിക്, സി ഇൻട്രൂസീവ് ആൻഡ് എക്സ്ട്രസീവ്, ഡി സ്ട്രാറ്റിഫൈഡ് അൺസ്ട്രാറ്റിഫൈഡ്. സോ ഇതിൻ്റെ സി എന്ന് പറഞ്ഞാൽ ഇഗ്നിയസ് റോക്കിൻ്റെ രണ്ട് ടൈപ്പാണ് ആക്ച്വലി. ഓക്കെ, ഇഗ്നിയസ് റോക്കിനെയാണ് നമ്മൾ, ഇഗ്നിയസ് റോക്കിൻ്റെ സബ് ക്ലാസിഫിക്കേഷനാണ് സി ഓപ്ഷൻ, എക്സ്ട്രസീവ് ഇൻട്രൂസീവ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ കെമിക്കൽ ആൻഡ് ഓർഗാനിക് എന്ന് പറഞ്ഞാൽ സെഡിമെൻ്ററി റോക്കിൻ്റെ സബ് ക്ലാസിഫിക്കേഷനാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫോളോയിങ് സ്റ്റോൺസ് ഈസ് സ്യൂട്ടബിൾ ഫോർ ഡാം പ്രൂഫിങ്. ഇതിൽ ഏത് സ്റ്റോണാണ് ഡാം പ്രൂഫിങ്ങിന് സ്യൂട്ടബിൾ? ഡാം പ്രൂഫിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ജനറലി നമ്മൾ മോയ്സ്ചറിനെ അല്ലെങ്കിൽ വാട്ടറിനെ പ്രിവെൻറ്റ് ചെയ്യാൻ അഡോപ്റ്റ് ചെയ്യുന്ന ഏത് സ്റ്റോൺ എന്നാണ് ചോദിച്ചിരുന്നത്. എ സ്ലേറ്റ് ആണോ, മാർബിൾ ആണോ, ലാറ്ററൈറ്റ് ആണോ, ഗ്രാനൈറ്റ് ആണോ? സ്ലേറ്റ് ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, ജനറലി നമുക്ക് അറിയാം സ്റ്റീലിൻ്റെ സെക്ഷൻ എടുക്കുകയാണെങ്കിൽ സ്റ്റീലിൻ്റെ സെക്ഷന് നമ്മൾ ജനറലി നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുന്നത് രണ്ട് സൈഡും കോൺക്രീറ്റ് ചെയ്താണ്. കോൺക്രീറ്റ് ചെയ്യുമ്പോൾ എന്താണെന്നുള്ളത് ഇപ്പോൾ രണ്ട് അകത്തും പുറത്തും കോൺക്രീറ്റ് ചെയ്യും, അതിൻ്റെ ഒരു രണ്ട് ലെയറിൽ. ഓക്കെ, രണ്ട് സർഫസിൽ കോൺക്രീറ്റ് ചെയ്യും, ഇൻ ബിറ്റ്വീൻ ആയിരിക്കും സ്റ്റീൽ. സോ ദാറ്റ് വാട്ടറിൻ്റെ ഒരു അറ്റാക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ. ഇപ്പോൾ ഇൻ കേസ് ഉള്ളിൽ വാട്ടർ ആണെങ്കിൽ, ഉള്ളിൽ വാട്ടർ ക്യാരി ചെയ്യുന്ന ഒരു പൈപ്പാണെങ്കിൽ അകത്തുള്ള വാട്ടറിനും സ്റ്റീലിനെ കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല, പുറത്തുള്ള വാട്ടറിനും സ്റ്റീലിനെ കോൺടാക്ട് ചെയ്യാൻ പറ്റത്തില്ല. സോ നമ്മൾ കോൺക്രീറ്റിനെ അഡോപ്റ്റ് ചെയ്യും ജനറലി. സോ ഇതേപോലെ ഇത് മോയ്സ്ചർ പ്രിവെൻറ്റ് ചെയ്യാനാണ്, വാട്ടറിൻ്റെ കണ്ടൻറ്റ് അല്ലെങ്കിൽ വാട്ടറിൻ്റെ അറ്റാക്കിനെ പ്രിവെൻറ്റ് ചെയ്യാനാണ് നമ്മൾ ജനറലി അഡോപ്റ്റ് ചെയ്യുന്നത് ടു റെസിസ്റ്റ് കൊറോഷൻ. ഓക്കെ, അതേപോലെ ഏത് സ്റ്റോൺ ആണ് ഡാം പ്രൂഫിംഗ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ സ്ലേറ്റ് ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ്, the process of providing smooth face and regular face to stone is known as. smooth face and regular face എന്ന ഏതാണെന്ന് ചോദിക്കുന്നത്. ഈ ക്വയറിംഗ് ആണോ? ക്വയറിംഗ് എന്ന് പറഞ്ഞാൽ ജനറലി അഡോപ്റ്റ് ചെയ്യുന്നത് സീസണിങ് ആണോ? സീസണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ നാച്ചുറലി അഡോപ്റ്റ് ചെയ്യുന്നത് ഡി ഡ്രസ്സിംഗ് ആണോ? ഡ്രസ്സിംഗ് ആണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്, ഡ്രസ്സിംഗ് ആണ്. സോ ഇതാണ് നമ്മൾ ജനറലി സ്മൂത്ത് ഫേസ് ആൻഡ് റെഗുലർ ഫേസ് നമുക്ക് സ്റ്റോണിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏത് പ്രോസസ്സാണെന്ന് ചോദിച്ചാൽ ഡ്രസ്സിംഗ് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. പ്ലീസ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബിക്കോസ് നിങ്ങളുടെ കമൻറ്റ് വളരെ വാല്യുബിൾ ആണ്. താങ്ക്സ് എ ലോട്ട്.